ഹലോ Assalamualaikum, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാന. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ചിട്ട് അല്ലാഹു അക്ബറിന് എങ്ങനെ എഴുതാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ചിട്ട് ബേസിക്സ്, അതായത് ഓരോ ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതണമെന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അറബിക് കാലിഗ്രഫി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റത്തേന്ന് പറയണത് നമ്മുടെ പെൻസിലിൻ്റെ ടിപ്പ്. ഈ പെൻസിലിൻ്റെ ടിപ്പ് എപ്പോഴും ഒരു ഒന്നിനേക്കാളും മറ്റേത് ഇച്ചിരി താഴ്ന്നിരിക്കണം. പിന്നെ അതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മൾ അറബിക് കാലിഗ്രഫി ചെയ്യുമ്പോൾ നമ്മുടെ പെൻസിൽ ചരിച്ച് പിടിച്ചിട്ട് ഒരു 45 ഡിഗ്രി ആംഗിൾ, ഏകദേശം അത്രയൊരു ആംഗിളിൽ ചരിച്ച്, അതായത് കുറച്ച് സ്ലാൻഡിങ് പൊസിഷനിലായിട്ട് വേണം യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വെടുത്തിൽ നമുക്ക് കിട്ടുള്ളൂ. വോയിസ് ഓവർ കൊടുക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ. കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കണതല്ല വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറഞ്ഞു പോകണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ കാലിഗ്രഫി അപ്പോൾ ഏകദേശം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിൻ്റെ എഡ്ജസ് ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കുക. അറബിക് കാലിഗ്രഫി ചെയ്യുമ്പോൾ ഓരോ ലെറ്റേഴ്സും എങ്ങനെയാണ് വരുന്നതെന്ന് ഉള്ളത് ഞാൻ കറക്റ്റായിട്ട് ആ ബേസിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ലെറ്റർ ഇനീഷ്യൽ സ്റ്റേറ്റിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, മീഡിയം സ്റ്റേറ്റിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഫൈനൽ സ്റ്റേറ്റിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ബേസിക്സ് അറിയണം എന്നാണെങ്കിൽ എന്തായാലും ആ വീഡിയോ പോയി കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കാലിഗ്രഫി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് മെയിൽ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെങ്ങനെ ചെയ്തതെന്ന് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വർക്കുകൾ എനിക്ക് ഇമെയിൽ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കാലിഗ്രഫി കളർ ചെയ്ത് ഭംഗിയാക്കാം. നമുക്ക് കളർ ചെയ്യാൻ നോർമൽ സ്കെച്ച് പെൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ചിസൽ മാർക്കേഴ്സാണ് യൂസ് ചെയ്യണത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ 2 സ്ട്രോക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ കാലിഗ്രഫി ഫില്ലായി കിട്ടും. കളർ എന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ റെഡും ബ്ലാക്കും, അതായത് റെഡ് ലെറ്റേഴ്സിന് റെഡും ഹർക്കത്തുകൾക്ക് ബ്ലാക്ക്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് റെഡ് എന്ന് പറയുന്നത് ഒരു നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ നമ്മുടെ ഡിസൈന് നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അറബിക് കാലിഗ്രഫി ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായതുകൊണ്ടാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ പ്ലെയിനായിട്ട് കൊടുത്തേക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറിച്ചും പിന്നെ ബോർഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.